ഹലോ മക്കളെ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ റിയൽ നമ്പേഴ്സിൻ്റെ LCM ആൻഡ് HCF വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. ആൻഡ് വിത്തിൻ 1 hour തന്നെ നമ്മൾ ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തിരിക്കും. സോ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ നമുക്കിനി ബാക്കി വരുന്നത് 2 തിയറംസ് ആണുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2 തിയറംസ് ആണ് നമുക്കിനി എടുക്കാനുള്ളത്. ആൻഡ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. റിയൽ നമ്പേഴ്സിനെ നമുക്ക് എന്തൊക്കെയാക്കി തരംതിരിക്കാം? റിയൽ നമ്പേഴ്സിൽ മെയിൻലി ടു ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണുള്ളത്. റേഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ്. ഓക്കെ, റേഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ് ടേംസ് ഓക്കെ ആണല്ലോ. സോ റേഷണൽ നമ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് ദ നമ്പർ വിച്ച് ക്യാൻ എക്സ്പ്രസ്ഡ് ആസ് P/Q ഫോർമാറ്റ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ P/Q ഒരു നമ്പർ മുകളിൽ അതിന് താഴെ ഒരു നമ്പറായിട്ട് അങ്ങനെ P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പർ, ആ നമ്പേഴ്സുകളാണ് എന്ത്? റേഷണൽ നമ്പേഴ്സ്. ഓക്കെ, റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ദ നമ്പർ വിച്ച് ക്യാൻ എക്സ്പ്രസ്ഡ് ആസ് P/Q ഫോർമാറ്റ് where Q does not equal to 0. Okay, and P and Q are integers. P യും Q ഒക്കെ എന്താണ്? ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ആൻഡ് Q ഒരിക്കലും 0 ആവരുത്. ഓക്കെ, കണ്ടീഷൻ ഓക്കെ ആണല്ലോ. എന്താണ് പ്രശ്നം? എന്താണ് നോക്കിക്കോ. Q എന്തുകൊണ്ടാണ് 0 ആയിക്കൂടാത്തതെന്നാണോ ചോദ്യം? നമ്മൾ 2/0, 2 ഇൻറ്റീജറാണ്, 0യും ഇൻറ്റീജറാണ്. പക്ഷേ Q ഒരിക്കലും 0 ആവരുതെന്ന് ഞാൻ പറഞ്ഞു. 2ൽ എത്ര 0 ആണ് ഉള്ളത്? 2ൽ എത്ര 0 ഉണ്ട് നമുക്കറിയോ? ഇല്ല, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി 3ൽ എത്ര 0 ആണുള്ളത്? അതും നമുക്കറിയില്ല. 5ൽ എത്ര 0 ഉണ്ട്? അതും നമുക്കറിയില്ല. -2ൽ എത്ര 0 ഉള്ളത്? അതും നമുക്കറിയില്ല. സോ ഇതൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് Q ഒരിക്കലും P/Q ഫോർമാറ്റിൽ എഴുതുന്ന സമയത്ത് Q ഒരിക്കലും 0 ആവരുത്. ആൻഡ് P/Q ഫോർമാറ്റിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ് റേഷണൽ നമ്പേഴ്സ്. അതിൽ Pയും Qയും ഒക്കെ എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. എക്സാമ്പിൾസ് നോക്കിക്കോ. 1/2, -1/2, 2/3, 4/5 അങ്ങനെയൊക്കെ എഴുതുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? റേഷണൽ നമ്പേഴ്സ് ആണ്. ആൻഡ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഓൾ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഓഡ് നമ്പേഴ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്? റേഷണൽ നമ്പേഴ്സ് തന്നെയാണ്. നമുക്ക് 1നെ 1/1 എഴുതിക്കൂടെ? 2നെ 2/1 എഴുതിക്കൂടെ? 3നെ 3/1 എഴുതിക്കൂടെ? സോ എനിക്ക് 3നൊക്കെ ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിനൊക്കെ നമുക്ക് /1 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമല്ലോ. സോ അതും P/Q ഫോർമാറ്റ് ആണ്. സോ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്? റേഷണൽ നമ്പേഴ്സ് ആണ്. അപ്പം എന്താണ് ഈ ഇറേഷണൽ നമ്പേഴ്സ്? എന്താണ് ഇറേഷണൽ നമ്പേഴ്സ്? റേഷണൽ നമ്പേഴ്സ് അല്ലാതെ വരുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? ഇറേഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അതായത് വിച്ച് കാൺ ബി റെപ്രസെൻറ്റഡ് ആസ് P/Q. ഈ ഒരു പരിപാടി നമുക്ക് നടക്കില്ല. P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറേഷണൽ നമ്പേഴ്സ്. അതിൽ എക്സാമ്പിൾസ് നോക്കുക. √2, √3, √5 അങ്ങനെ പോകുന്ന നമ്പേഴ്സുകളൊക്കെ എന്താണ്? ഇറേഷണൽ നമ്പേഴ്സ് ആണ്. നമ്മുടെ ഈ പൈയുടെ വാല്യൂ, പൈ കേട്ടിട്ടുണ്ടോ? പൈയുടെ വാല്യൂ ഒക്കെ എന്താണ്? ഇറേഷണൽ നമ്പറാണ്. ഓക്കെ, 3.14 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്ക് നിർത്താതെ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഡെസിമൽസ് അങ്ങനെ നിർത്താതെ ഇൻഫൈനായിട്ട് പോകുന്നുണ്ട്. അത് നമുക്കൊരു P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണെന്ത്? ഇറേഷണൽ നമ്പേഴ്സ്. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മളെ തിയറത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് തിയറം നോക്കാം. അപ്പോൾ ഇതാ പിടിച്ചോ, നിങ്ങളുടെ സെക്കൻഡ് തിയറമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് തിയറം 1.2. നമ്മൾ ഈ ടെക്സ്റ്റിലെ 5th ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ലെറ്റ് P be a prime number if P divides A square then P divides A where A is a positive integer. എന്താ പറഞ്ഞിട്ടുള്ളത്? P ഒരു പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് P divides A square. P ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്തിനെ? A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. then P divides A where A is positive integer. ഈ A ഒക്കെ എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അതായത് 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് എന്ത്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ആൻഡ് അതിൻ്റെ സ്ക്വയറിനെ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25 അങ്ങനെ പോകുന്ന
സ്ക്വയേഴ്സിനെ പി എന്ന് പറയുന്ന ഒരു പ്രൈം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എന്തിനെ കൂടി ഡിവൈഡ് ചെയ്യും? എനെ കൂടി ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമ്മളിതാ 4 എന്ന് പറയുന്ന നമ്പർ, 4 എന്താടാ? ഒരു സ്ക്വയർ ആണല്ലോ, 2ന്റെ സ്ക്വയർ ആണല്ലോ. 4നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒബ്വിയസ്ലി 2 എന്താണ്? ഒരു പ്രൈം നമ്പർ കൂടിയാണ്. ഇവിടെ ഞാനിതാ നിങ്ങൾക്കൊരു നോളജ് തരാൻ പോവാണ്. 2 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണ് പ്രൈം നമ്പറിൽ വരുന്ന ഈവൻ നമ്പേഴ്സ്. പ്രൈം നമ്പറിൽ വരുന്ന ആകെ ഒരേ ഒരു ഈവൻ നമ്പർ എത്രയാണ്? 2 ആണ്. ഓക്കെ, 2 ആണ്. ആൻഡ് ഞാൻ പറഞ്ഞു 2 എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 4നെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 4 എന്താണ്? 2 സ്ക്വയർ അല്ലേ? ആൻഡ് നമ്മുടെ എ 2 ആണെങ്കിൽ എ സ്ക്വയർ ആണല്ലോ 2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ തിയറം എന്താ പറയുന്നത്? ഈ പ്രൈം പി, ഇവിടെയുള്ള പ്രൈം പി ആണ് 2. ആൻഡ് ഈ 2 ഫുൾ 2 ആയതുകൊണ്ട് കൺഫ്യൂസ് ആവണ്ട, ഞാൻ 3 എടുക്കാം. 3 വേണ്ട, 3 എടുക്കുകയാണ്. ഓക്കെ, 3 സ്ക്വയർ എടുത്തു. ഓക്കെ, 3 സ്ക്വയർ എടുത്തു. ആൻഡ് 3 സ്ക്വയറിൽ 3 ആണ് നമ്മുടെ എ. ആൻഡ് അതിനെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 3 സ്ക്വയർ എത്രയാണ്? 9 അല്ലേ? 9നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? 3നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഓക്കെ, പി ഈസ് എ പ്രൈം ആൻഡ് പി ഡിവൈഡ്സ് എ സ്ക്വയർ. എ സ്ക്വയറിനെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പി ഓൾസോ ഡിവൈഡ്സ് എ ഓൾസോ. വേറെ എ എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പ്രൂഫാണ് നമുക്ക് ആവശ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പ്രൂഫിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് നോക്കിക്കേതാ പ്രൂഫ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ കയ്യിൽ എന്തുണ്ട്? പി ഒരു പ്രൈം ആണെന്നുണ്ട്. ഓക്കെ, ആൻഡ് എ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? പി ഈസ് എ പ്രൈം. ഓക്കെ, പി ഈസ് എ പ്രൈം നമ്പർ. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. പി ഈസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ? ആൻഡ് നമ്മൾ ഫസ്റ്റ് എന്താണ് പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് തിയറം, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് ആണ് പഠിച്ചിട്ടുള്ളത്. അതിലെന്താണ് പഠിച്ചത്? ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും വി ക്യാൻ റിട്ടൺ ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ് അല്ലേ? ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് എഴുതാം. സോ എനിക്ക് എനെ എങ്ങനെ എഴുതാം? let the prime factorization of a equal to a നെ ഞാൻ എങ്ങനെ എഴുതാണ്? p1 ഏതോ ഒരു പ്രൈം p1 ഇൻറ്റു p2 ഇൻറ്റു p3. ഇവിടെ കോമ വേണ്ട, മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ p1 ഇൻറ്റു p2 ഇൻറ്റു p3 ഇൻറ്റു എക്സെട്ര ഒരു pn വരെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? നമുക്ക് തന്നിട്ടുള്ളതിൽ പ്രൂഫാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ പ്രൂഫിൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ പി ഈസ് ഒരു പ്രൈം നമ്പർ ആണ് ആൻഡ് എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. എ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം പ്രകാരം എങ്ങനെ പറയാം? ലെറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു p1 p2 p3 എക്സെട്ര അപ് ടു pn. അങ്ങനെ കുറച്ച് നമ്പേഴ്സിൻ്റെ കളക്ഷൻ, കുറച്ച് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഞാൻ എഴുതാണ് എനെ. ഓക്കെ, ഇവിടെ p1 p2 അങ്ങനെ വരുന്ന pn നമ്പേഴ്സൊക്കെ എന്താണ്? ആർ പ്രൈംസ് അല്ലേ? ഇവിടെ p1 p2 p3 pn ഒക്കെ എന്താണ്? പ്രൈംസുകളാണ്. എനിക്ക് എൻ എങ്ങനെ എഴുതാൻ പറ്റി? p1 ഇൻറ്റു p2 ഇൻറ്റു p3 ഇൻറ്റു എക്സെട്ര അപ് ടു pn എഴുതാൻ പറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്താടാ? എ സ്ക്വയർ എന്ന് വെച്ചാൽ എ ഇൻറ്റു എ അല്ലേ? ഈ എ എന്താണ്? p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര pn ആണ്. ആൻഡ് അതിനെ വീണ്ടും ഗുണിക്കുക, p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര pn. ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? എ ഇൻറ്റു എ എന്ന് വെച്ചാൽ p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര അപ് ടു pn ഇൻറ്റു p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര അപ് ടു pn. ഓക്കെ, എ സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ എഴുതി. ആൻഡ് എനിക്കിവിടെ ഞാനിത് 2 ആണെന്ന് വിചാരിക്കുന്നു, ഇത് 3 ആണെന്ന് വിചാരിക്കുന്നു, ഇത് 5 ആണെന്ന് വിചാരിക്കുന്നു. ഇത് 2, ഇത് 3, ഇത് 5. ആൻഡ് p1 ഇൻറ്റു p1 എന്താണ് വരിക? 2 സ്ക്വയർ ആണല്ലോ. 2 ഇൻറ്റു 2 2 സ്ക്വയർ ആണ്. അപ്പം p1ൻ്റെ സ്ക്വയർ p1 സ്ക്വയർ. ആൻഡ് 3 ഇൻറ്റു 3 എന്താണ്? 3 സ്ക്വയർ ആണ്. അപ്പോൾ എനിക്ക് p2 ഇൻറ്റു p2നെ എങ്ങനെ എഴുതാം?
P2 സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു അങ്ങനെ പോയി Pn സ്ക്വയർ വരെ എനിക്കിത് എഴുതാൻ പറ്റും. ഓക്കെ, Pn സ്ക്വയർ. ഓക്കെ, ഞാൻ ഈ 2ഉം 3നൊക്കെ ഒന്ന് മായ്ച്ച് കളയാണ്. നമുക്ക് ഈ P1 P2 എക്സെട്ര അപ് ടു Pn ഇൻറ്റു P1 P2 എക്സെട്ര അപ് ടു Pn എങ്ങനെ എഴുതാം? P1 സ്ക്വയർ ഇൻറ്റു P2 സ്ക്വയർ ഇൻറ്റു എക്സെട്ര അപ് ടു Pn സ്ക്വയർ. ഓക്കെ, 2 തവണ P1കൾ ഗുണിക്കുന്നു. ഇവിടെയും ഗുണനമാണ് നടക്കുന്നത്, ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മലയാളം കയറി വരുന്നുണ്ട്, പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളയുക. സോ P1 ഇൻറ്റു P1 P1 സ്ക്വയർ ആണ്, P2 ഇൻറ്റു P2 P2 സ്ക്വയർ ആണ്, ആൻഡ് Pn ഇൻറ്റു Pn വരുന്ന സമയത്ത് Pn സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എ സ്ക്വയറിന് എനിക്ക് എങ്ങനെ എഴുതാം? P1 സ്ക്വയർ ഇൻറ്റു P2 സ്ക്വയർ ഇൻറ്റു എക്സെട്ര അപ് ടു Pn സ്ക്വയർ അങ്ങനെ എഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുന്ന സമയത്ത് we have what? P divides a square. In statement we have P divides a square. നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? P a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് P ഈസ് വൺ ഓഫ് ദ പ്രൈം ഫാക്ടർ ഓഫ് എ സ്ക്വയർ. P എന്താണടാ? P ഓൾറെഡി ഒരു പ്രൈം അല്ലേ? P ഒരു പ്രൈം ആണെങ്കിൽ എ സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ പെട്ട ഒരാളായിരിക്കും എന്ത്? P അല്ലേ? P എന്ന് പറയുന്നത് എ സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ പെട്ട ഒരാളാണ്. സോ P എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, P ഈസ് എ നമ്പർ among P1 സ്ക്വയർ P2 സ്ക്വയർ എക്സെട്ര Pn സ്ക്വയർ. ഓക്കെ, ഇതിൽ പെട്ട ഏതോ ഒരു നമ്പറാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? P ഈസ് വൺ among P1 P2 എക്സെട്ര Pn. ഓക്കെ, ഒന്നുകിൽ P1 ആയിരിക്കും P, അല്ലെങ്കിൽ P2 ആയിരിക്കും Pn ആയിരിക്കാം P അല്ലേ? സോ എ സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് വരുന്നത്? P1 സ്ക്വയർ ഇൻറ്റു P2 സ്ക്വയർ ഇൻറ്റു എക്സെട്ര അപ് ടു Pn സ്ക്വയർ ആണ് അല്ലേ? ആൻഡ് P ഓൾറെഡി ഒരു പ്രൈം ആണെന്ന് നമുക്കറിയാം. P ഒരു പ്രൈം ആണെന്ന് നമുക്കറിയാം. ആൻഡ് P എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നും അറിയാം? എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നും അറിയാം. എ സ്ക്വയറിനെ P ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P എന്ന് പറയുന്നത് പ്രൈം ഫാക്ടറിൽ പെട്ട ഒരാളായിരിക്കണം. നമ്മളെ പ്രൈം ഫാക്ടറിൽ ഏതൊക്കെ ആളുകളാണുള്ളത്? P1 സ്ക്വയർ ഉണ്ട്, P2 സ്ക്വയർ ഉണ്ട്, Pn സ്ക്വയർ ഉണ്ട്. സോ അതിൽ പെട്ട ഒരാളാണ് ആര്? P1 സ്ക്വയർ P2 സ്ക്വയർ Pn സ്ക്വയറിൽ പെട്ട ഒരാളാണ് ആര്? P. അപ്പം നമുക്ക് എന്ത് പറയാം? P ഈസ് വൺ among P1ലും P2 Pn അതിൽ പെട്ട ആരോ ഒരാളാണ് P. ഓക്കെ, സോ P ഈസ് സംവൺ among P1 P2 Pn ഏതെങ്കിലും ഒരാളായിരിക്കാം. ആരാണെന്നൊന്നും ഉറപ്പില്ല, പക്ഷേ P നമ്മുടെ P1 P2 Pn ആരോ ഒരാളാണ്. ഓക്കെ, പിന്നെ ഓൾറെഡി നമുക്കറിയാം സിൻസ് എ എന്ന് പറയുന്നത് എന്താ? P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര Pn ആണല്ലോ. എ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് P1 P2 P3 എക്സെട്ര അപ് ടു സം നമ്പർ Pn വരെയുള്ള പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആണ് എ. ആൻഡ് വി ഓൾറെഡി സെഡ് ദാറ്റ് P ഈസ് വൺ among P1 P2 എക്സെട്ര അപ് ടു Pn. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒബ്വിയസ് ആയില്ലേ? P ഈസ് എ ഫാക്ടർ ഓഫ് എ ഓൾസോ. എ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ ഫാക്ടർ കൂടിയാണ് ആര്? P. സോ വി ക്യാൻ സേ ദാറ്റ് ഹെൻസ് P ഡിവൈഡ്സ് എ ഓൾസോ. നമ്മൾ എ സ്ക്വയറിൽ P ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി എവിടെ എത്തിപ്പം? ഹെൻസ് P ഡിവൈഡ്സ് എ ഓൾസോ. ആൻഡ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഓക്കെ, നമ്മൾ ഇതുവരെ എടുത്തതിൽ ഈ ഒരു തിയറം കുറച്ചൊരു ട്രിക്കിയാണ്, പക്ഷേ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആവർത്തിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഹെൻസ് P ഡിവൈഡ്സ് എ ഓൾസോ. ഇതോടുകൂടി ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് കഴിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻഡ് അടുത്തൊരു തിയറം വരാൻ പോകുന്നത് വളരെ സിമ്പിളാണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. ലോജിക്കലി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക്
കുറച്ചൊന്ന് മൈൻഡ് ഉപയോഗിച്ചാൽ കിട്ടുന്നതാണ്. ആൻഡ് ഈ ഒരു തിയറം, ഇപ്പോൾ പഠിച്ചൊരു തിയറം നമ്മൾ ആ ഒരു തിയറത്തിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആൻഡ് നമ്മളെ 6th ടോപ്പിക്കാണ് എന്ത് വരാൻ പോകുന്നത്, അടുത്ത തിയറം. √2 ഈസ് ഇറേഷണൽ. പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറേഷണൽ. ഓക്കെ, ഇത് ഇറേഷണൽ നമ്പറാണ്. നമ്മൾ ഓൾറെഡി എന്താ പറഞ്ഞത്, റേഷണൽ നമ്പർ എന്ന് വെച്ചാൽ P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പർ ആണെന്നാണ് പറഞ്ഞത്. ആൻഡ് നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുത്തു, ഇറേഷണൽ നമ്പേഴ്സിന് എക്സാമ്പിളായിട്ട് √2, √3, √5 എന്നൊക്കെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തു. പക്ഷേ ഇത് √2 P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റൂല എന്ന് നമ്മൾ തെളിയിച്ചോ? ഇല്ലേ? അപ്പം നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. √2 ഈസ് ഇറേഷണൽ. ഓക്കെ, √2 ഈസ് ഇറേഷണൽ. അപ്പം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. പേര് കേട്ട് ഞെട്ടണ്ട. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ തലതിരിഞ്ഞ് ചിന്തിക്കുക. ഓക്കെ, കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താ, തലതിരിഞ്ഞ് ചിന്തിക്കുക. √2 ഈസ് ഇറേഷണൽ. √2 ഇറേഷണൽ ആണ്. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുക, അതെന്താ √2 റേഷണൽ ആയാൽ, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, √2 ഇറേഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ, ഞാൻ പോയാൽ √2 ഈസ് റേഷണൽ എന്ന് ഞാൻ ചിന്തിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഞാനിത് എഴുതി തുടങ്ങുകയാണ്. പ്രൂഫ് എഴുതുകയാണ്. അസ്യൂം ദാറ്റ് √2 ഈസ് റേഷണൽ. നമ്മൾ ഇറേഷണൽ ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റേഷണൽ ആയിക്കൂടെ എന്നുള്ളത് ചോദിക്കുകയാണ്. അതെന്താ റേഷണൽ ആയിക്കൂടെ? അസ്യൂം ദാറ്റ് √2 ഈസ് റേഷണൽ. നമ്മൾക്ക് എങ്ങനെയാവാം, അതെന്താ ഞാൻ പോയാൽ എന്നുള്ള പോലെ √2 എന്തുകൊണ്ട് റേഷണൽ ആയിക്കൂടാ, ആ ഒരു ചോദ്യം മൈൻഡിൽ വരിക. ഓക്കെ, ദെൻ വി ക്യാൻ റൈറ്റ് ദാറ്റ് √2 റേഷണൽ ആണെങ്കിൽ നമുക്ക് P/Q ഫോർമാറ്റിൽ എഴുതിക്കൂടെടാ. കാരണം റേഷണൽ നമ്പേഴ്സിനൊക്കെ നമുക്ക് P/Q ഫോർമാറ്റിൽ എഴുതാം. ആൻഡ് Q എന്താണ് അവിടെ, 0 ആവരുത്. ഓക്കെ, Q 0 ആവരുത്. √2 = P/Q വന്നു കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. വേർ P and Q ആർ ഇൻറ്റീജേഴ്സ്. അത് ഓൾറെഡി ഉള്ളതാണ്. ആൻഡ് കോപ്രൈം. ഓക്കെ, ആൻഡ് കോപ്രൈം. എന്താണ് ഈ കോപ്രൈം? ഒന്നുമില്ല, പിയിലും ക്യൂയിലും കോമൺ ആയിട്ട് ഒരു നമ്പർ എഴുതാം, ഒരു നമ്പർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഞാൻ ഈ 1/2 എടുത്തു കഴിഞ്ഞാലും 2/4 എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ സെയിം അല്ലേ? ശരിക്കും 2/4 തന്നെയാണ് 1/2. അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള റേഷണൽ നമ്പർ ആയിരിക്കണം 1/2. ഓക്കെ, അങ്ങനത്തെ നമ്പർ ആയിരിക്കണം P/Q ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നത്. അതായത് 3/6 എടുത്തു കഴിഞ്ഞാലും അത് ഹാഫാണ്. 6ൻ്റെ പകുതിയാണല്ലോ 3, 4ൻ്റെ പകുതിയാണല്ലോ 2, 8ൻ്റെ പകുതിയാണല്ലോ 4. ഇതൊക്കെ എന്താണ്, ഹാഫാണ്, ഹാഫിന് ഈക്വൽ ആണ് അല്ലേ? സോ എനിക്ക് ഫൈനലൈസ് ചെയ്ത് കോപ്രൈം ഫോർമാറ്റിൽ എഴുതണം. അതായത് കോപ്രൈം എന്ന് വെച്ചാൽ ദ നമ്പേഴ്സ് they are coprime when numbers doesn't have common factors. ഓക്കെ, 2ലും 1ലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? 1 അല്ലാതെ, 1 നമ്മൾ പരിഗണിക്കുന്നില്ല. 1 നമ്മൾ കൂട്ടാതെ വേറെ ഏതെങ്കിലും ഫാക്ടറുകൾ 2ലും 1ലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പേഴ്സാണ് എന്ത്, കോപ്രൈം. ഓക്കെ, സോ P/Q ഫോർമാറ്റിൽ എഴുതുന്ന സമയത്ത് പിയും ക്യൂവും എന്താണ്, ഇൻറ്റീജേഴ്സും ആണ്, കോപ്രൈമാണ്. ആൻഡ് Q ≠ 0 ആവരുത്. ഓക്കെ, ഇവിടെ വരെ ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ √2 = P/Q എന്ന് പറയുന്ന ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഞാൻ ചുമ്മാ ഒന്ന് 1 എന്ന് പറഞ്ഞ പേരിട്ട് വിളിക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1, സ്ക്വയർ ബോത്ത് സൈഡ്. ഓക്കെ, ബോത്ത് സൈഡ് ഐ എം സ്ക്വയറിങ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ സ്ക്വയർ ചെയ്ത് കഴിയുകയാണ്. രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും, 2. √2ൻ്റെ സ്ക്വയർ എന്താണ്, 2 ആണ്. ആൻഡ് P/Qൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക, P² കാണുക, Q² കാണുക, Pൻ്റെ സ്ക്വയറും കാണുക, Qൻ്റെ സ്ക്വയറും കാണുക. ഓക്കെ, സോ എനിക്ക് 2 = P²/Q² എന്ന് വന്നു കഴിഞ്ഞു. ഓക്കെ, 2 = P²/Q² എന്ന് വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ Q² ഞാൻ 2ൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് 2Q² = P² എന്ന് കിട്ടല്ലോ. ഇവിടെ /Q² ആണുള്ളത്. Q² =2ൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 2Q² = P² എന്ന് കിട്ടി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ വീണ്ടും ഒന്ന് ഇങ്ങനെ എഴുതാണ്, P² = 2Q² എന്ന് എഴുതി.
ഓക്കെ, ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. പി സ്ക്വയർ ഈക്വൽ ടു 2q². പി സ്ക്വയർ ഈക്വൽ ടു 2q² ആണെങ്കിൽ എടാ 2 × q² എന്നാണ് ഞാൻ പി സ്ക്വയറിന് എഴുതിയിട്ടുള്ളത്. 6നെ ഞാൻ 2 × 3 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 2 ഇതിൻ്റെ ഒരു ഫാക്ടർ ആണല്ലോ അല്ലേ? 6ൻ്റെ ഒരു ഫാക്ടറാണ് 2. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? 2 ഈസ് എ ഫാക്ടർ ഓഫ് പി സ്ക്വയർ, അല്ലെങ്കിൽ 2 ഡിവൈഡ്സ് പി സ്ക്വയർ എന്ന് പറയാം അല്ലേ? ആൻഡ് നമ്മൾ ഈ തൊട്ട് മുന്നേ പഠിച്ച തിയറം എന്താണ് പറയുന്നത്? ഇഫ് എ പ്രൈം പി ഡിവൈഡ്സ് എ സ്ക്വയർ, എ സ്ക്വയറിനെ ഒരു പ്രൈം ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൈം എനെയും ഡിവൈഡ് ചെയ്യും. നമ്മുടെ ഈ പി ആണ് എ എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ പി ആണ് എ. പി സ്ക്വയറിനെ 2 എന്ന് പറയുന്ന ഒരു പ്രൈം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 2 ഡിവൈഡ്സ് പി ഓൾസോ. ഓക്കെ, പിന്നെയും കൂടെ നമ്മുടെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ്, ഇത് സ്റ്റാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നമ്പറിനെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2 × സം വാല്യൂ എഴുതാമല്ലോ. അപ്പോൾ ഞാൻ പീനെ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ പി. അപ്പോൾ ഞാൻ 2 × സം കെ എന്ന് എഴുതാണ്. 2k ആണ് എന്ത്? പി എന്ന് പറയുന്ന നമ്പർ. ആൻഡ് ഞാൻ ഇതിനെ വീണ്ടും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് വരും? പി സ്ക്വയർ ഈക്വൽ ടു 2ൻ്റെ സ്ക്വയറും കാണുക, കെയുടെ സ്ക്വയറും കാണുക. എത്ര വരും? 2ൻ്റെ സ്ക്വയർ 4, കെൻ്റെ സ്ക്വയർ കെ സ്ക്വയർ. ഓക്കെ, ഇതാണ് എൻ്റെ തേർഡ് ഇക്വേഷൻ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഫ്രം ഇക്വേഷൻ നമ്പർ 3 and 2 and 3 എന്ന് എഴുതിയാൽ മതി കേട്ടോ. 2 and 3 എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെയും പി സ്ക്വയർ ആണ്, ഇവിടെയും പി സ്ക്വയർ ആണല്ലോടാ അല്ലേ? സോ രണ്ട് സൈഡിലും പി സ്ക്വയർ വന്നു കഴിഞ്ഞാൽ 4k² 2k² ഈക്വൽ അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? 2q² ഈക്വൽ ടു 4k² അല്ലേ? ഇത് രണ്ടും പി സ്ക്വയർ ആണ്. അപ്പം 2q² 4k² ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഞാൻ ഈ 2നെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാൻ പോവാണ് അല്ലേ? 2 അവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. ഞാൻ അപ്പം എനിക്ക് എന്ത് കിട്ടും? q² ഈക്വൽ ടു 2k² എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ആദ്യം p² ഈക്വൽ ടു 2q² എന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് പിയുടെ ഒരു ഫാക്ടറാണ് 2 എന്ന് കിട്ടി. ഓക്കെ, ഞാൻ ഇവിടെയും അതേ ഒരു പരിപാടി നടക്കാൻ പോവാണ്. q² 2k² എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 ഡിവൈഡ്സ് q² അല്ലേ? 2 × സം വാല്യൂ ആണ് q². അങ്ങനെയാണെങ്കിൽ 2നെ എനിക്ക് q² ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ഡിവൈഡ്സ് q². ആൻഡ് ദ സെയിം തിയറം, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ തിയറം പ്രകാരം a² ഒരു പ്രൈം ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനെയും പ്രൈം ഡിവൈഡ് ചെയ്യും. q² 2 എന്ന് പറയുന്ന പ്രൈം ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഡിവൈഡ്സ് q ഓൾസോ. ഓക്കെ, ഇതാണ് എൻ്റെ അടുത്ത സ്റ്റാർ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റാർ ഇക്വേഷൻസ് എന്തായിരുന്നടാ? 2 ഡിവൈഡ്സ് പി ഓൾസോ. ആൻഡ് ഇപ്പോൾ കിട്ടിയത് എന്താ? 2 ഡിവൈഡ്സ് q ഓൾസോ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 2 ഈസ് എ കോമൺ ഫാക്ടർ. 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് പി ആൻഡ് ക്യൂ അല്ലേ? പിയുടെയും ക്യൂവിൻ്റെയും കോമൺ ഫാക്ടറാണ് എന്തെടാ? 2 അല്ലേ? പക്ഷേ ഇവിടെ ട്വിസ്റ്റ് വന്നു. നമ്മൾ എന്താണ് അസ്യൂം ചെയ്തതാ? ആദ്യം നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് കോപ്രൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. √2 റേഷണൽ ആയാൽ എന്താണെന്ന് ചോദിച്ച സമയത്ത് p/q എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ എഴുതിയില്ലേ? അപ്പോൾ √2 p/q ഫോർമാറ്റിൽ എഴുതാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം അവിടെ പിയും ക്യൂവും കോപ്രൈം ആണ് എന്നാണ്. പക്ഷേ നമ്മൾ ഈ പ്രൂഫ് ചെയ്തു വരുന്ന സമയത്ത് ലാസ്റ്റ് എന്താ കിട്ടിയത്? പിക്കും ക്യൂവിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ് കിട്ടിയത്. 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് പി ആൻഡ് ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റി. നമ്മൾ ചിന്തിച്ചത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഗംഗയ്ക്ക് പണിപാളി. √2 റേഷണൽ ആയിക്കൂടാ അല്ലേ? √2 റേഷണൽ ആയാൽ നമുക്ക് √2നെ p/q എന്ന് എഴുതാം.
അവിടെ പിയും ക്യൂവും എന്താണ്? കോപ്രൈമാണ്. കോപ്രൈമാണെന്ന് വെച്ചാൽ പിയിനും ക്യൂവിനും എന്തല്ല? കോമൺ ഫാക്ടേഴ്സ് ഇല്ല. പക്ഷേ നമ്മളിങ്ങനെ റേഷണൽ ഫോമിൽ എഴുതി പ്രൂവ് ചെയ്ത് വരുന്ന സമയത്ത് പിക്കും ക്യൂവിനും 2 ഒരു കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് എഴുതുക? ദിസ് കോൺട്രഡിക്റ്റ് ഓക്കെ, കോൺട്രഡിക്റ്റ് അവർ അസംഷൻ. നമ്മുടെ അസംഷനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്തു. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? പിയും ക്യൂവും കോപ്രൈം ആയിരുന്നു. സോ റൂട്ട് 2 ഈസ് നോട്ട് എ റേഷണൽ നമ്പർ. ഓക്കെ, റൂട്ട് 2 ഒരു റേഷണൽ നമ്പർ അല്ല, മറിച്ച് ഹെൻസ് റൂട്ട് 2 ഈസ് എ ഇറേഷണൽ. സോ സക്സസ്ഫുള്ളി നമ്മുടെ സെക്കൻഡ് തിയറവും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റീവൈൻഡ് ചെയ്ത് കേൾക്കുക. ആൻഡ് ഇപ്പോൾ പറഞ്ഞതോടുകൂടി ഇത് ക്ലിയർ ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഹെൻസ് റൂട്ട് 2 ഈസ് എ ഇറേഷണൽ നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഇൻ എ സെയിം വേ നമുക്ക് റൂട്ട് 3, റൂട്ട് 5 ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കൂടുതൽ എക്സാമ്പിൾസും ടെക്സ്റ്റിലെ എക്സസൈസുകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ ചെയ്യുന്നതാണ്. ആൻഡ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ വിത്തിൻ 1 hour നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. കോൺസെപ്റ്റുകൾ ക്ലിയർ ആയല്ലോ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് റേഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഇറേഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു, ആൻഡ് ഒരു തിയറം പറഞ്ഞു, ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് പി ഡിവൈഡ്സ് എ ഓൾസോ. ഓക്കെ, വേറെ എ എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞ തിയറം എന്താണ്? റൂട്ട് 2 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന തിയറം. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നമുക്ക് മനസ്സിലാക്കി ചെയ്ത ഓരോ സ്റ്റെപ്പിലും എന്താണ്, അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്തത്, അങ്ങനെയാണ് ചെയ്തു വരുന്നത്. നമ്മൾ ആദ്യം പിയും ക്യൂവും കോപ്രൈം ആണെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അത് തെറ്റാണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ നമ്മൾ തെളിയിച്ചു എന്ത്? 2ന് കോമൺ പിക്കും ക്യൂവിനും 2 ഒരു കോമൺ ഫാക്ടർ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് റൂട്ട് 2 ഇറേഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങളുടെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നത്. സോ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എക്സസൈസുകൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോസുകളിലായിട്ട് ചെയ്യാം. സോ ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.